അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോനെ സഫീറെ, പെണ്ണ് കാണാൻ പോവാം നമുക്ക്. എന്നാൽ അവൻ്റെ മുഖം ഒട്ടും സന്തോഷമല്ലായിരുന്നു. മുഖത്താകെ വല്ലാത്ത വിഷമം, വേദന, പ്രയാസം. ഉമ്മ, നിങ്ങൾ എന്ത് പറയുന്നത്? അതെ മോനെ, പെണ്ണ് കാണാൻ പോകാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഉമ്മ, പെണ്ണ് കാണാൻ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് എൻ്റെ വല്യമ്മയെ കാണണം. എന്താണ് നീ പറയുന്നത്? ആരെ കാണുന്ന കാര്യമാണ് നീ പറയുന്നത്? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇനി അവരെക്കുറിച്ച് ചിന്തിക്കരുതെന്ന്. കാരണം വയസ്സും പ്രായമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവർ ഞാൻ ഇവിടെ ഇട്ട് നോക്കണമെന്നാണ് നീ പറയുന്നത്? എനിക്കെന്താ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലേ? അത് അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടെങ്കിലല്ലേ അവർ നോക്കിക്കോളൂല്ലേ? ക്യാഷ് കൊടുത്താൽ പോരെ? ഉമ്മ, എത്രയൊക്കെ തന്നെ ക്യാഷ് കൊടുത്താലും അത് സ്വന്തം മക്കൾ നോക്കുന്ന ഒരിത് കിട്ടുമല്ലോ. എന്നാൽ പിന്നെ ഒരു പണിയുണ്ട്, നീ പോയി നോക്കിക്കോ. അതായിരിക്കും നല്ലത്. ഇത് അതിനേക്കാളും വലിയത്. ഇനിയിപ്പോൾ ഒരു പെണ്ണെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമ്പോഴേ, ഒരു പ്രായമായ തള്ളയും മൂലക്കിലിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ അവൾക്കൊരു മടുപ്പുണ്ടാവില്ലേ? ശരിക്കും സഫീർ വിചാരിച്ചു, റബ്ബേ, അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ? പുതിയ തലമുറകൾ വരുമ്പോൾ പഴയ തലമുറയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നാണോ പറയുന്നത്? എന്താണ് നീ നോക്കുന്നത്? ഉമ്മ, അത് വല്യമ്മയെ കാണാതെ എനിക്കൊന്നുകൊണ്ടും സമാധാനമില്ല. എന്നാൽ പോയി നോക്ക്. പക്ഷേ പേര് ഞാൻ പറഞ്ഞു തരുമല്ലോ, നീ കണ്ടുപിടിക്കണം. പിന്നെ അവരെയും കൊണ്ടങ്ങാൻ ഇങ്ങോട്ട് വരാൻ നിന്നാലേ എൻ്റെ വിവരം അറിയും. നോക്കിക്കോ. ഒന്ന് ഒഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഓനിപ്പോൾ കണ്ടുപിടിക്കണം അത്രേ എന്താന്നില്ലേ. ഉമ്മയുടെ വാക്ക് കേട്ട് അവൻ ശരിക്കും തളർന്നു പോയി. ഉമ്മ, ഇല്ല, എടാ, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് വല്യമ്മ അങ്ങോട്ട് പോരാൻ നിൽക്കുന്നുണ്ട്, എൻ്റെ അവിടെ നിൽക്കാൻ കഴിയണില്ല, അങ്ങനെ എങ്ങാനും പറഞ്ഞ് വല്ല പരാതിയുമായിട്ട് ഇങ്ങോട്ടെങ്ങനെ വന്നാലുണ്ടല്ലോ സ്വഭാവം അറിയും കേട്ടോ, കേറ്റൂലട്ടോ. ഇനി ആവില്ല, ഒരുപാട് നോക്കിയില്ലേ, മതി മതി, അത്രയ്ക്ക് മതി. പ്രായമായല്ലേ, കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റൂല. അവർക്ക് ആ ടൈമിനാണ്ട് പോകണ്ടേ, എന്നെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോൾ ബാപ്പ പോയിട്ടും കുറേ കാലം വിധവയായി. പിന്നെ മകന് പോയിട്ട് എന്താ, തള്ളക്ക് പോകേണ്ട ഒരു കൂട്ടുമില്ല. ശരിക്കും സഫീർ ഒന്ന് ഞെട്ടി. റബ്ബേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് റബ്ബേ? പഠിച്ചോനെ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം അതായിരിക്കും അല്ലേ? കാരണം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിടുക എന്നുള്ള രീതിയിൽ ശരിക്കും അവന് വല്ലാത്തൊരു വിഷമം തോന്നി. റബ്ബേ, വല്ലാത്തൊരവസ്ഥ തന്നെ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിർത്താൻ പാടില്ല, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടണം എന്നുള്ള നിയമം അതാരാ ഉണ്ടാക്കിയത് റബ്ബേ? അപ്പോൾ നമ്മളെല്ലാവരും അവിടെ പോയി കിടക്കേണ്ടവരായിരിക്കില്ലേ? അതെ, ഇത് കണ്ടിട്ടില്ലേ നമ്മുടെയും മക്കൾ പഠിക്കുക. നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തരുന്ന കാര്യം മക്കളായ നമ്മൾ പഠിക്കും. അത് കണ്ട് അവരുടെ പേരക്കുട്ടികൾ, മക്കൾ അങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ അവർ വിചാരിക്കും, എൻ്റെ ഉമ്മയും ഉപ്പയും അവരുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളും അതേ പണി ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു മനോഹരമായ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഈ ഒരു വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ അവരഴുക്കാക്കും, അവരിവിടെയെല്ലാം തുപ്പി നിറക്കും, അല്ലെങ്കിൽ അവരുടെ വേസ്റ്റുകൾ ഇവിടെയെല്ലാം ആയിത്തീരും. അതുകൊണ്ട് തന്നെ പുതിയ വീട് അലങ്കോലമാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതെ, പ്രായമായ മാതാപിതാക്കളെ കൊണ്ടുപോയിടും. അതുറപ്പാണ്. ശരിക്കും അത് സഫീർ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ആഷി ഉസ്താദ്, എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഇൻഷാ അല്ലാഹ് അത് കണ്ടുപിടിച്ചേ മതിയാവൂ. എൻ്റെ വല്യമ്മയെ കണ്ടുപിടിച്ച് എനിക്ക് വല്യമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള റിസ്വാന വക്കീൽ, അവരെക്കുറിച്ച് പറയണം. പക്ഷേ ഉമ്മ സമ്മതിക്കൂല. ഉമ്മ നിർബന്ധിക്കുകയാണ് മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട്. അതാരാണ് എന്താ അറിയില്ല. ഇതിപ്പോൾ ജസീറും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നതാ ജസീർ അങ്ങോട്ട് കയറി വരുന്നു. ശരിക്കും സഫീർ ഒന്ന് ഞെട്ടിപ്പോയി. എന്നാൽ വിചാരിച്ച പോലെയല്ലായിരുന്നു. ആരിത്, സഫീറോ? മോനെ, നീ എപ്പോൾ വന്നു എന്ന് പറഞ്ഞ് ജസീർ അതാ അവൻ്റെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. റബ്ബേ, എന്താണത്, സ്നേഹമോ അതോ അഭിനയമോ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ മനസ്സിലുള്ള ചിന്താഗതികൾ. എന്നാൽ സഫീറിനെ അവൻ കെട്ടിപ്പിടിക്കുന്നേ കണ്ട ജസീർ ഒരു നിമിഷം, ആഷി ഉസ്താദ് ഒരു നിമിഷം സന്തോഷിച്ചു. പഠിച്ചവനെ, ഈ ഒരു സ്നേഹം എന്നും നിലനിന്നിരുന്നെങ്കിൽ എത്ര സന്തോഷകരമായിരുന്നു.
വളരെയധികം സ്നേഹത്തോടെ തൻ്റെ അനിയനെയും കൂട്ടുകാരെയും സ്വീകരിച്ചിരുത്തി ഇരിക്കി നിങ്ങൾ എപ്പോഴെത്തി എന്തൊക്കെ തന്നെ നിങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമായി. പെട്ടെന്നായിരുന്നു അല്ലേ എല്ലാം? ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ ജസീർ അത്ര നല്ലൊരു സ്വഭാവക്കാരനെ വേറെ എങ്ങും കാണാത്ത രീതിയിൽ അവൻ്റെ സ്വഭാവം അത്യധികം വളരെയധികം നല്ല നീറ്റ് ആൻഡ് സ്മൂത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും എന്തെന്നറിയുന്നില്ല, വല്ലാത്ത രീതിയിൽ അവരെ സ്വീകരിച്ചിരുത്തുന്ന ആ ഒരു രീതിയും ഒരാളോടുള്ള പെരുമാറ്റവും കണ്ടാൽ ഒരിക്കലും അവനൊരു കുറ്റവാളിയാണ് എന്ന് തോന്നുകയേയില്ല. എന്തൊക്കെ തന്നെയായാലും സ്നേഹത്തോട് സഫീറിന് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സിലും വല്ലാത്ത ഒരു സന്തോഷം കടന്നു വന്നു. റബ്ബേ, എൻ്റെ ഇക്കയുടെ ഈ ഒരു സന്തോഷത്തോടെയുള്ള ആ ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആലോചിച്ചു പോയി. സഫീറിനോട് ചോദിച്ചു, മോനെ സഫീർ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? എന്താ പഠനങ്ങളൊക്കെ എവിടെ എത്തി? എനിക്കിതിനെക്കുറിച്ച് ഐഡിയ ഇല്ല, എങ്കിലും ചോദിക്കാതിരിക്കുന്നത്. ഏട്ടാ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ല ഒരു 3 വർഷത്തെ കോഴ്സും കൂടെ ഉണ്ട്. ഇതൊന്നും തന്നെ കംപ്ലീറ്റ് ആകുന്നതല്ലേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ, സാവധാനം മതിയല്ലോ. ആ എന്തൊക്കെ തന്നെയല്ലോ, നീ പെണ്ണിനെ പോയെന്ന് കാണട്ടോ. പെണ്ണിനെ പോയെന്ന് കണ്ടിട്ട് വേഗം പെട്ടെന്ന് നമുക്ക് നിക്കാഹ് നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തേട്ടാ? അതൊക്കെ ഉണ്ട് മോനെ, ഞാൻ നിന്നോട് പറയാം കേട്ടോ. പിന്നെ ആദ്യം നീ പെണ്ണിനെ പോയി കാണ്, എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നടത്താം. കാരണം പഴയതൊക്കെ പോണേ പോട്ടാ, ഒന്നും പ്രശ്നമില്ല, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് ഇനിയും ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നീ പെണ്ണ് കാണാൻ പോകണം. പെണ്ണ് കാണാൻ പോയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം. എന്താ നിക്കാഹ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം അവളെ, അല്ലെങ്കിൽ ഇവിടെ നിർത്തി എന്ത് വേണമെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെയാണ്, അതൊന്നും നോ പ്രോബ്ലം. ശരിക്കും സഫീർ എന്ത് പറയണമെന്നായിപ്പോയി. അത് എന്നോട് ആശ്വസ്താതെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടുവരാനാണ്, എന്തൊക്കെ തന്നെയുള്ള ഒരു കടമ നിർവഹിക്കുവാൻ വേണ്ടി മാത്രം. ഉമ്മ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഒരു പ്രോബ്ലം ആക്കണ്ട എന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ ജസീറും അതിന് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സഫീറിന് മനസ്സിലാവുകയാണ്. ഇക്ക, അത് എടാ നല്ല പെണ്ണാണ്, ഒന്നുകൊണ്ടും നോ പ്രോബ്ലം. പിന്നെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നീ നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാൻ നല്ലത്. നിൻ്റെ കാര്യം സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഏകദേശമൊക്കെ ഓക്കെയാണ്. ശരിക്കും ജസീർ പറയുന്നത് കേട്ട് സഫീർ അത്ഭുതപ്പെട്ടു. അല്ലിക്ക, എന്തോ ഓക്കെ അല്ലേ? നിൻ്റെ കല്യാണം ഓക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെതും ആയി കഴിഞ്ഞ പോലെയാണെന്ന്. അത് എന്താ ഏട്ടന്? ഒന്നുമല്ല, അതൊക്കെ ഓക്കെ, സെറ്റിൽഡ് ആണോ ഒന്ന്, നോ പ്രോബ്ലം. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നിനക്ക് നിൻ്റെ വിവാഹം നടന്നു കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ പറഞ്ഞു, ഇക്ക അത് ഇപ്പോൾ ഞാൻ പോകണം, അത് ഇക്ക പോയി ഞാനെന്തിന്? നിനക്കല്ലേ പെണ്ണ് വേണ്ടത്, ഇപ്പം നീയാണ് പോകേണ്ടത്. നീ കാണാൻ പോകണം, നിനക്ക് ഇഷ്ടപ്പെടണം, ഓക്കെ. പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും നീ ചിന്തിക്കരുത് കേട്ടോ. എന്നാൽ സഫീറിൻ്റെ മറുപടി മൗനമായിരുന്നു. അതെ, അവരെന്നെ അടിച്ചേൽപ്പിക്കുകയാണോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ വിവാഹം കഴിക്കുക? പഠിച്ചോനെ റബ്ബേ, ആകെ പെട്ടോ. ഉമ്മ ഇവർക്ക് ഫുഡ് കൊടുത്തില്ലേ? ആ മോനെ, അതാ ഒക്കെ അവർ കഴിച്ചതായിരുന്നു. മക്കളെ ഒരു ജ്യൂസ് കൂടി എടുക്കട്ടെ? വേണ്ട. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ അത് ആദ്യം എൻ്റെ പ്രിയപ്പെട്ട വല്യമ്മയെ എനിക്കൊന്ന് കണ്ടുപിടിക്കണം, അതായിരുന്നു മനസ്സിലുള്ള ആഗ്രഹം. അല്ല സഫീർ, നമുക്ക് അപ്പോൾ ഇന്നങ്ങ് ഈവനിങ്ങിൽ, അത് നാളെ പോകാം. ഇന്ന് ആ ഓക്കെ ഓക്കെ, നിന്നെ ഇഷ്ടം പോലെ. പിന്നെ എന്തൊക്കെ തന്നെയാലും ഇഷ്ടപ്പെടാതിരിക്കരുത് കേട്ടോ. ശരിക്കും സഫീർ ഒരു പാവയെ പോലെ തന്നെയാണ് അവിടെ കഴിയുന്നത്. എന്താണ് അവർ പറയുന്നത് അതിനനുസരിച്ച് മൂള് എന്നല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഏട്ടാ, നാളെ ആക്കാം പെണ്ണുങ്ങളിൽ. മോനെ, അതെന്താ ഇന്നാക്കിയാലേ? ഇന്നിടാക്കിക്കൂടെ? അല്ല, നാളെ ഞാൻ ഇന്ന് ഓക്കെ അല്ല. ഒരു ഓക്കെ ആകേണ്ട ആവശ്യമില്ല, നീ പോകുക, ജസ്റ്റ് പേര് ചോദിക്കുക, അതൊക്കെ തന്നെ, വേറൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതെല്ലാം നല്ല അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ, ഒട്ടും മോശമാക്കരുത്. എന്നാൽ സഫീറിന് എന്ത് പറയണം എന്നായിപ്പോയി. റബ്ബേ, ഇവരെല്ലാവരും എന്നെക്കൊണ്ട് എന്തിനാ റഹ്മാനെ ഇങ്ങനെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലായി അവന്. എന്തായാലും നാളെ പോകാം, ഞാനും അശ്വന്ന് പുറത്തു പോയി വരട്ടെ. എന്നാൽ ആ നിമിഷം തന്നെ അവർ രണ്ടുപേരും പോയപ്പോൾ ഉമ്മയും ജസീറും പറയുന്നു, എന്താ അവർ കൂട്ടുന്നോ? എന്തെങ്കിലും ഫിത്തിന ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. ഇനിയിപ്പോൾ വൈകിപ്പിക്കണ്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ടൊന്നും ഉമ്മ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അവൻ്റെ കല്യാണം അടിപൊളിയായി നടക്കും, കൂടെ എൻ്റെതും. മോനെ, അപ്പോൾ നീ ഉറപ്പിച്ചോ? നീ അല്ലേ പറഞ്ഞു ഞാൻ കെട്ടണില്ല എന്നൊക്കെ?
ആ മനുഷ്യന്മാരല്ലേ, ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ. അല്ലടാ, ഈ പറഞ്ഞിരുന്നല്ലോ അനക്കൊരു കല്യാണം, ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചേക്കണെന്നൊക്കെ. അതിപ്പോൾ ആരോ അതൊക്കെ ഉണ്ടുമ്മ, അതൊക്കെ സർപ്രൈസ് ആയിരിക്കും. ഒരു പക്ഷേ അതൊന്നും നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കൊണ്ടുവരലായിരിക്കില്ല. പിന്നെന്താടാ, അതൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ ജസീർ ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അനിയന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വല്ലാതെ തിരക്ക് കൂടുന്നുണ്ട്. അല്ലമ്മ, എന്ത് സഫീർ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നിട്ട് നാളൊക്കെ കാക്കിയത്? അതൊന്നുമില്ല, ഓനൊരു മൈൻഡിന് ചെറിയൊരിത്. അപ്പോൾ നാളെ ആക്കാന്ന് വിചാരിച്ചു. നാളെ അല്ല, ഇന്ന് തന്നെ ആക്കണല്ലോ അത്. അതെന്തപ്പോ ആക്കാത്തത്? അവന് ഒന്ന് പുറത്ത് പോയി വരാന്നൊക്കെയല്ലേ പറഞ്ഞത്. ആ പിന്നെ ആ തള്ളനെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരരുത് പറയാൻ കേട്ടോ അവനോട് പ്രത്യേകം. അവനൊന്നും അറിയില്ല. അവന് വേണമെങ്കിലേ പിടിച്ചു വലിച്ച് കൊണ്ടുവരും. ഞാനത് അവനോട് കുറേ പറഞ്ഞിക്കണ്, ഇനി അതിനങ്ങോട്ട് കൊണ്ടല്ലേ എന്നൊക്കെ. എന്താവോ, വേറെ എവിടേക്കും പോയാൽ മതിയായിരുന്നു. ഒന്നാണെങ്കിൽ എന്നോട് പറയിപ്പിക്കണ്ട. എന്നാൽ ഈ സമയം ആഷിയും സഫീറും പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു. അവർ അത് വൃദ്ധസദനങ്ങൾ തേടി ഇറങ്ങുകയായിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പേരുകൾ പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള തൊട്ടടുത്തുള്ള 2 സ്ഥാപനങ്ങൾ, അങ്ങനെ അന്തേവാസികൾക്ക് താമസിക്കാനുള്ള മറ്റൊരു സ്ഥലം. ഇനി വൃദ്ധസദനത്തിലാണോ അതോ അന്തേവാസികൾക്ക് താമസിക്കുന്ന അതിലാണോ എന്നുള്ള കാര്യത്തിൽ അവന് സംശയം തോന്നി. ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി, എവിടെയുമില്ല. അങ്ങനെയതാ ഒടുവിൽ ഹിമ എന്നു പേരുള്ള അന്തേവാസികളും വൃദ്ധജനങ്ങളും താമസിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടെ പോയി പേരെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. റബ്ബേ, ഇത് അന്തേവാസികൾ താമസിക്കുന്ന, അതായത് നോക്കുവാൻ ആരാരുമില്ലാത്ത ആളുകൾ താമസിക്കുന്ന, 5 പൈസ പോലും വീട്ടിൽ നിന്ന് ഇല്ലാത്ത ആ ഒരു സ്ഥാപനമാണ്. ഒരു നിമിഷം സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബാപ്പ കോടാനുകോടി സ്വത്ത് ഉണ്ടാക്കിയിട്ടിട്ട് പോയതാണ്. പക്ഷെ സ്വന്തം ഉമ്മയെ നോക്കാൻ ഒരു 5 പൈസയും ചിലവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ റബ്ബേ, ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലോ. ശരിക്കും സഫീറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. റബ്ബേ, എൻ്റെ ഉമ്മമ്മ, എൻ്റെ വല്യമ്മ. അത് ദയനീയമായി സഫീർ അങ്ങോട്ട് നോക്കി. വൃദ്ധസദനത്തിൻ്റെ ഒരു പഴയ കെട്ടിടം പുറത്തു നിന്ന് നോക്കുമ്പോൾ ശാന്തമായിരിക്കുന്നു. പക്ഷെ അകത്ത് ഓരോ മുറിയിലും ഒളിഞ്ഞിരിക്കുന്നത് ഓരോ ജീവിതങ്ങളായിരുന്നു, ഓരോ കഥകളും, ഓരോ വേദനകളും. ആ കെട്ടിടത്തിൻ്റെ വലതുവശത്തുള്ള 4ാമത്തെ നിലയിൽ അതാ ചെറിയൊരു മുറി. അവിടെ ഒരു പഴയ മരക്കസേര, അതിൻ്റെ സമീപത്ത് ഒരു ജനൽ. ആ ജനലിനരികിൽ ഇരിക്കുന്ന ഒരു മുഖം, അത് മറിയം ഉമ്മ. പഠിച്ചോനെ, വയസ്സിൻ്റെ രേഖകൾ മുഖത്ത് പടർന്നിരിക്കുന്നു. കണ്ണുകൾ അല്പം കുഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കണ്ണുകൾ ഇന്നും ഒരൊറ്റ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എൻ്റെ മക്കൾ വരുമോ, എൻ്റെ പേരക്കുട്ടികൾ? അല്ലാ. മറിയം ഉമ്മയെ ഇവിടെ കൊണ്ടുവന്ന ദിവസം അവൾക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഉമ്മ, ഇവിടെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾ നിർത്തുള്ളൂ. ഇവിടുന്ന് ആകുമ്പോഴേ നല്ല കെയർ കിട്ടും. അവിടെ ആകുമ്പോഴേ നിങ്ങളെ നോക്കാനൊക്കെ ആരാ ഉണ്ടാകുക എന്ന് പറഞ്ഞ് മരുമകൾ കൊണ്ടുവന്നു. അതെ, കൂടെ പേരക്കുട്ടിയും. എന്നാൽ അവർ അത് വിശ്വസിച്ചു. മോനെ, അപ്പോൾ നിങ്ങളെന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണോ? അതേ ഉമ്മ, കുറച്ച് ദിവസത്തിന് മാത്രം, പിന്നെ നിങ്ങൾ വന്ന് കൊണ്ടുപോകുമല്ലോ. എത്രങ്ങാനും ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സായിട്ട്. എന്നാൽ അവർ മക്കളും എല്ലാവരോടായിട്ട് പറഞ്ഞു, എൻ്റെ മരുമകളും എൻ്റെ പേരക്കുട്ടികളും വരും എന്നെ കൊണ്ടുപോകാൻ. ഓലെന്നെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ ആ കുറച്ച് ദിവസം ഇപ്പോൾ അതാ മാസത്തിലേക്ക് കടക്കുകയാണ്. ദിവസങ്ങൾ എന്നത് മാസമായി. ഇനിയൊരു പക്ഷേ അത് വർഷങ്ങളാകും. എന്നാൽ ഓരോ ദിവസവും രാവിലെ മറിയം ഉമ്മ ആ ജലനരികിൽ ഇരിക്കും. വഴിയിലൂടെ ആളുകൾ നടക്കുന്നതും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും കുടുംബങ്ങൾ ചേർന്ന് പോകുന്നതും അവർ ഓരോ മുഖവും ശ്രദ്ധിച്ചു നോക്കും. ഇത് എൻ്റെ സഫീർ മോനാണോ? എൻ്റെ കുട്ടി വന്നോ പഠിക്കാൻ പോയെടുത്തുനിന്ന്? ഒരാൾക്കും അവരെ കാണാൻ സമയമില്ല. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി വഴിയിലൂടെ പോയപ്പോൾ അവർ കൈ കാട്ടി, മോനെ. പക്ഷെ ആ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല. അവൾ ചിരിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ കണ്ണുനീർ ചിരിയെ തോൽപ്പിച്ചു. എന്നാൽ ആ കുട്ടിയെ വീണ്ടും വിളിച്ചപ്പോൾ അവർ തിരിച്ച് ഓടിയെത്തി. എന്താ ഉമ്മമ്മ? മോനെ, എൻ്റെ വീട്ടുകാരെ കണ്ടോ മോനെ? ഇല്ല ഉമ്മമ്മ, ഇല്ല. എന്നാൽ അപ്പോഴേക്കും വൃദ്ധസദനത്തിലെ ജീവനക്കാർ അവരോട്, എന്താ വഴിയിലൂടെ പോകുന്നവരൊക്കെ വിളിക്കുകയാണോ?
അങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല ഈ സ്ഥാപനത്തിൽ. ഇത് പറഞ്ഞാലേ നിങ്ങൾ ക്യാഷ് തന്നിട്ട് നിർത്തുന്നതല്ല, ഇത് അന്തേവാസികളായ ആളുകൾ താമസിക്കുന്നതാണ്. അതിന് ഇതിൻ്റെതായ ചിട്ടകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വഴിയിലൂടെ പോണലൊന്നും വിളിച്ചു വരുത്തല്ലേ കേട്ടോ. എന്നാൽ വൃദ്ധസദനത്തിലെ ജീവിതം എന്ന് വെച്ചാൽ മറിയുമാക്ക് എങ്ങനെയായിരുന്നു? അവിടെ നിന്ന് ഭക്ഷണം കിട്ടും, മരുന്ന് കിട്ടും, സുരക്ഷയും കിട്ടും. പക്ഷേ വീട് കിട്ടുമോ? വീട്ടുകാരെ കിട്ടുമോ? എന്നാൽ തന്നെ പോലെ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കി നിൽക്കും. തൻ്റെ പേരക്കുട്ടികളെ കാണുവാൻ, ഒന്ന് കൊഞ്ചിക്കാൻ ഒരുപാട് കൊതി. അതെ, തൻ്റെ പ്രസവിച്ച മക്കളെ കാണുവാൻ ഒരുപാട് കൊതി. തൻ്റെ തൊട്ടടുത്തുള്ള ബെഡിൽ ഒരു അമ്മയുണ്ട്. ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു പേര് വിളിക്കും, മോളെ എവിടെ അമ്മൻ്റെ കുട്ടി, അമ്മൻ്റെ കുട്ടി എവിടെയാണ്, അമ്മൻ്റെ കുട്ടി വരാന്ന് പറഞ്ഞ് പോയതല്ലേ. ഓൽക്കൊന്നും ഒഴിവില്ല, ഓലൊക്കെ ജോലിക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കാണാൻ വരാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ണീർ തുടക്കും. എന്നാൽ അവിടെയുള്ള എല്ലാവർക്കുമുള്ള ഒരേ ഒരു രോഗം അല്ലെങ്കിൽ ഒരേ ഒരു അവസ്ഥ, അത് കാത്തിരിപ്പാണ്. ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വരും എന്നുള്ള ആ കാത്തിരിപ്പ്. എന്നാൽ മറിയം ഉമ്മയുടെ മനസ്സിൽ എപ്പോഴും സഫീറായിരുന്നു. അവർ ഓർത്തെടുത്തു, പഠിച്ചോനെ, എൻ്റെ പൊന്നും മോനെ, എൻ്റെ കുട്ടി ഇവിടെ ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി സമ്മതിക്കൂലായിരുന്നു. ഇങ്ങനെ ആ ഉമ്മ കണ്ണീരൊലിപ്പിക്കുന്നു. എന്നാൽ അവർ അതെല്ലാം ഓർത്തു. ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കുറച്ച് മടി കാണിച്ചപ്പോൾ ഓനെ കൈയും പിടിച്ച് കൊണ്ടുപോയത് ഞാനായിരുന്നു. പനി പിടിച്ച് കിടന്നപ്പോഴേ ഓൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്കൊന്നും പോവില്ല, നേരെ എൻ്റെ അടുത്തേക്ക് വരും. പാവം, അന്നും രാത്രി എൻ്റെ കുട്ടി എൻ്റെ മടിയിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിരുന്നു. എന്നാൽ എൻ്റെ കുട്ടി പുതിയ ഷോപ്പ് തുടങ്ങിയപ്പോഴേ അതിന് കിട്ടിയ ആദ്യത്തെ ലാഭം, ഉമ്മ ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ദിവസം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. കാരണം ഒന്നുമല്ല, ഇല്ലായിട്ടല്ല, എന്നാലും നമ്മളെ പേരക്കുട്ടികളെ കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ നന്നാക്കല്ല. ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അന്ന് അതാ ഉമ്മ ഇത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണുകളിൽ സന്തോഷം നടത്തുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിരുന്നു. ഇപ്പം എന്താ അവസ്ഥ റബ്ബേ, എനിക്കൊരു ഫോൺ പോലും ഇവിടെ വെച്ച് പോയിക്കൂടെ, അതുമില്ല. എന്നോട് പറഞ്ഞു ഇവിടെ നല്ല സുഖമായിരിക്കും, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ജീവിതത്തിന് ഒരുപാട് പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്നല്ലേ ഉള്ളൂ. എന്നാലും അൽഹംദുലില്ലാ ഇതുവരെ നല്ല റാഹത്തോടു കൂടി ഉദ്ദത്തോടു കൂടി ജീവിച്ചല്ലോ റബ്ബേ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാത്തിരിക്കുന്ന മറിയുമ്മ അതെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരുന്നു ഓരോ മുഖങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ട സഫീർ, എൻ്റെ പൊന്നുമോൻ പേരക്കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അവർ അറിഞ്ഞതേയില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട്. എന്നാൽ നിറകണ്ണുകളോടെ മറിയമ്മ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ പുഞ്ചിരിച്ച മുഖവുമായി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ പോലുള്ളൊരു മുഖം തെളിഞ്ഞു കാണുന്നു. റബ്ബേ, എൻ്റെ കുട്ടിയാണോ അത്? റബ്ബേ, അതെ, ആ ഉമ്മാക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ സഫീർ. അതെ, ആ ഉമ്മാക്ക് അതറിയുമ്പോൾ എത്രമാത്രം സന്തോഷിച്ചിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം സഫീറും ഉമ്മയും തമ്മിൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ ഇൻഷാ അല്ലാഹ്.